കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറാണ്. MMPC 020 എന്ന് പറയുന്ന MPL പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ PYQ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇപ്പോൾ ഒരു വർഷത്തിൽ 2 എക്സാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നു. ആ കഴിഞ്ഞ 2025 വരെ 2023 തൊട്ട് 2025 വരെ നടന്ന ഇഗ്നുവിന്റെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറഞ്ഞിരിക്കുന്ന PYQ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് നമ്മളിവിടെ ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും ഓരോ പ്രാവശ്യവും യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ പാറ്റേണിൽ ചേഞ്ചസ് വരുത്താറുണ്ട്. ചിലപ്പോൾ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 5 തൊട്ട് അല്ലെങ്കിൽ ഒരു 1 തൊട്ട് 8 വരെ ക്വസ്റ്റ്യൻസ് എന്നിട്ട് ഏതെങ്കിലും 5, അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പാറ്റേൺ ചേഞ്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുന്നു. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ, ഡ്രൈവർ ഓഫ് CSR, വർക്ക് പ്ലേസ് എത്തിക്സ് കേസസ്, അങ്ങനെയുള്ള കുറെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കുന്നത് ഈ വരുന്ന എക്സാം 2025 ഡിസംബറിലേക്ക് വരാൻ സാധ്യതയുള്ള പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറാണ്. ഈ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒരു ലാസ്റ്റ് ടൈം ലേണിംഗ് നടത്തുന്ന സ്റ്റുഡൻസിന് ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ എന്തുമാത്രം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കൂടാതെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, നമ്മളിവിടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. അതിന്റെ ആൻസേഴ്സ് എല്ലാം തന്നെ നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡിലും അവൈലബിൾ ആയിരിക്കും. കൂടാതെ അത് എങ്ങനെ എഴുതണം, ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് മീൻസ് ഉറപ്പായും വരും എന്നത് കൃത്യതയോടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ തരുന്നുണ്ടാവുക. അടുത്തതായി നമ്മൾ ആദ്യം പറഞ്ഞ സിലബസ് മാപ്പിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന്റെ ആ ഒരു പ്രയോറിറ്റി, റെലവൻസ് എത്രയാണ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് നോക്കുന്നത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1ല് യൂണിറ്റ് 2ല് കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ആ ഒരു യൂണിറ്റിനകത്തെ കണ്ടംപററി അപ്രോച്ച് ടു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് 2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 1ല് യൂണിറ്റ് 2ല് കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 അല്ല, യൂണിറ്റ് 2 ആണ്, ശ്രദ്ധിച്ചോളുക. യൂണിറ്റ് 2ല് തിയോളജിക്കൽ ആൻഡ് കോൺസിക്വന്റാലിസ്റ്റ് എത്തിക്കൽ തിയറി എന്ന് പറയുന്ന പോർഷൻസിൽ നിന്ന് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1ല് തന്നെ യൂണിറ്റ് 4ൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻ ബിസിനസ് എത്തിക്സ് ആൻഡ് ലീഡർഷിപ്പ് 2 പ്രാവശ്യം. ദെൻ യൂണിറ്റ് 4ൽ നിന്ന് തന്നെ എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് മോറൽ ന്യൂട്ട്നെസ് 2 പ്രാവശ്യം. അടുത്തത് ബ്ലോക്ക് 2 ആണ്. അപ്പൊ ബ്ലോക്ക് 1ല് യൂണിറ്റ് 2ഉം യൂണിറ്റ് 4ഉമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കാണിക്കുന്നത് തുടക്കത്തിൽ. അതേപോലെ തന്നെ ബ്ലോക്ക് 2ൽ വരുവാണെങ്കിൽ യൂണിറ്റ് 5 ആണ്. CSR ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR 3 പ്രാവശ്യം. അതേപോലെ തന്നെ യൂണിറ്റ് 6ലെ ബിസിനസ് സ്ട്രാറ്റജീസ് ഇൻ CSR, അപ്രോച്ചസ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR 2 പ്രാവശ്യം. പിന്നെ ഉള്ളത് നമുക്ക് തേർഡ് ബ്ലോക്ക് ആണ്. തേർഡ് ബ്ലോക്കിൽ നമുക്ക് യൂണിറ്റ് 9ല് CSR ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന
യൂണിറ്റിൽ നിന്ന് മോഡൽ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2 പ്രാവശ്യം. അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 9 CSR ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് 2 പ്രാവശ്യം. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും 2 യൂണിറ്റ് വെച്ചാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ 2, സെക്കൻഡ് യൂണിറ്റും 4th യൂണിറ്റും, ബ്ലോക്ക് 2 5th യൂണിറ്റും 6th യൂണിറ്റും, ബ്ലോക്ക് 3 9th യൂണിറ്റും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ബ്ലോക്ക് 3 9th യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കറന്റ് ട്രെൻഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് CSR ഇൻ ഇന്ത്യ 2 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 12th യൂണിറ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. അവിടെ CSR റിപ്പോർട്ടിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോസസ് ഓഫ് CSR റിപ്പോർട്ടിംഗ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 4 14th യൂണിറ്റ് ആയിട്ടുള്ള CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് എത്തിക്സ് ആൻഡ് CSR 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിലബസ് മാപ്പിങ്ങിന്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ഒരു ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് യൂണിറ്റ്, അതേപോലെ തന്നെ 4th യൂണിറ്റ്. പിന്നെ ബ്ലോക്ക് 2 വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂണിറ്റ് ആണ് നോക്കുന്നത്? ബ്ലോക്ക് 2 വരുമ്പോൾ 5th അതേപോലെ 6th. ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്നും ബ്ലോക്ക് 4 12th 14th നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിഷ്വൽ പ്രസന്റേഷന്റെ ബേസിസിൽ നമുക്ക് പറയാൻ സാധിക്കും ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത് ബ്ലോക്ക് 3, മൂന്നാമത് ബ്ലോക്ക് 2, ബ്ലോക്ക് 4. യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് 13th യൂണിറ്റിൽ നിന്നും. ഒരു കളറിന്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് 13th യൂണിറ്റിൽ നിന്നും 14th 12th യൂണിറ്റ് 11th, അതേപോലെ തന്നെ യൂണിറ്റ് 6 and 7, ദെൻ യൂണിറ്റ് 1 നിന്നും ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ യൂണിറ്റ് 4 കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു കീ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് മോറൽ ന്യൂട്ട്നെസ് എന്ന് പറഞ്ഞ യൂണിറ്റ് 4 ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ടെക്നോളജിക്കൽ കോൺസിക്വന്റലിസ്റ്റ് തിയറി യൂണിറ്റ് 2 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കണ്ടംപററി അപ്രോച്ച് ടു ബിസിനസ് എത്തിക്സ് യൂണിറ്റ് 2 നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് CSR നമുക്കൊരു യൂണിറ്റ് 5 നിന്നാണ് ഈ ഒരു പോർഷൻ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ CSR റിപ്പോർട്ടിംഗ് അതിന്റെ ടൂൾസ് ആൻഡ് പ്രോസസ്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ CSR ഇൻ ഇന്ത്യ അതിന്റെ ട്രെൻഡ്സും മോഡലും നമുക്ക് 9th യൂണിറ്റിൽ നിന്നുള്ള ഇതും നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിനകത്ത് ഒരു ഒബ്സർവ് ഫോർമാറ്റിൽ പറയുവാണെങ്കിൽ 5 സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പൊതുവെ ചോദിക്കുന്നത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നമ്മൾ ഇതിൽ ചോദിച്ച് കാണാറുള്ളത്. കോൺസെപ്ച്വൽ എസ്സേസ് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ എന്തുമാത്രം എഴുതണം എന്ന് വെച്ചാൽ 350 to 450 വേർഡ്സോളം വരണം. ഏകദേശം ഒരു 4 പേജസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എസ്സേ എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ആപ്ലിക്കേഷൻ എസ്സേ വരും. എക്സാമ്പിൾസ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ തിയറി അപ്ലൈ ചെയ്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് 20 മാർക്കിന്. 20 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം 350 to 450 വേർഡ്സ് വരെ എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തത് അനലിറ്റിക്കൽ ആൻഡ് ആർഗ്യുമെന്റ് എസ്സേ. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന രീതിയിൽ ഡു യു എഗ്രിങ് ഓർ നോട്ട് എഗ്രിങ്. അപ്പൊ എഗ്രി ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് എഗ്രി ചെയ്യുന്നുവെന്നും അതിനെ നമ്മൾ എന്താണ് ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. 20 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് 10 മാർക്കിന്റെ ഇപ്പം ഇപ്പൊ എത്തിക്സ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ആ എത്തിക്സിന് നമ്മുടെ അല്ലെങ്കിൽ CSR എന്ന് വെച്ചിട്ടൊക്കെ നമുക്ക് എത്തിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഈച്ച് ക്യാരി 10 മാർക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരെണ്ണം 180 to 220 വരുന്ന രീതിയിൽ ഒരു ആൻസർ എഴുതുക. A B എന്ന് ഡിവൈഡ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഒരെണ്ണം 200 220 വേർഡ്സ് വരുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് കോൺസെപ്ച്വൽ എസ്സേസ് ആണ്. കോൺസെപ്ച്വൽ എസ്സേസിൽ ചിലപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടി വരും. പക്ഷെ പോയിന്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സബ് പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന രീതിയിലുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട്. ഇൻട്രോ കൊടുത്ത് അതിനൊരു ഡെഫിനേഷൻ കൊടുത്ത് പോയിന്റ്സ് കൊടുത്തിട്ട് പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്ത് പോകേണ്ട രീതിയിലുള്ള കോൺസെപ്റ്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ആപ്ലിക്കേഷൻ എസ്സേ വരുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
എക്സാമ്പിൾസ് വെച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ എഗെയിൻ പറഞ്ഞ പോലെ തന്നെയാണ്, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ സ്ലൈഡ്സിൽ. അടുത്തത് നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് വൈസ് ആവറേജ് മാർക്ക് ഈ കഴിഞ്ഞ എക്സാംസിൽ എന്തുമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതില് ബ്ലോക്ക് 1 നമുക്കൊരു 56 ക്വസ്റ്റ്യൻസോളം, അല്ലെങ്കിൽ 56 ആവറേജ് വരുന്ന രീതിയിൽ ഔട്ട് ഓഫ് 100 ഒരു 56% നമുക്ക് മാർക്ക് ബേസ്ഡ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ പറയുന്നത് 35% ആണ്. അടുത്തത് നോക്കുന്ന ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 ഒരു 36 ക്വസ്റ്റ്യൻസോളം നമുക്ക് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 നിന്ന് 22.5%. ബ്ലോക്ക് 3 44 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 27.5%. ബ്ലോക്ക് 4 24 ആണ്. അതൊരു 15% നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ ഒരു വിഷ്വൽ ട്രെൻഡിൽ നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസംബറിൽ നമുക്ക് ഇച്ചിരി ഇടിവ് വന്നെങ്കിലും പക്ഷെ ജൂൺ 26-25 വരുമ്പോൾ അത് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു ഈക്വൽ ലെവലിൽ എല്ലാ പരീക്ഷയിലും ചോദിച്ചു വരുന്നുണ്ട്. അനലിറ്റിക്കല് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെയും കുറഞ്ഞു വരുന്ന ഒരു രീതിയിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. സ്പ്ലിറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് ചോദിച്ചിട്ടില്ല. SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. പിന്നെ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും നമുക്കതിൽ ഇൻക്ലൂഡ് ആവും. സ്പ്ലിറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം ചോദിച്ച് പാസ്റ്റ് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അധികമായി ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ബ്ലോക്ക് യൂണിറ്റ് വൈസ് ടോപ്പിക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഫേസസ് ഓഫ് CSR ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ ദ മോഡൽ. അത് നമുക്ക് ഒരു 3 പ്രാവശ്യമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ജൂണിലും അതുപോലെ ഡിസംബറിലും അതേപോലെ ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ CSR റിപ്പോർട്ടിംഗ്, അതിന്റെ പ്രോസസ്, മെത്തേഡ് ആൻഡ് ടൂൾസ് അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 2023-ലും 2024-ലും ഒക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേ ഹോൾഡേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ്, അതേപോലെ സ്റ്റേ ഹോൾഡേഴ്സ് റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ഇൻ CSR ഇത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്രോച്ച് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR നമുക്ക് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എത്തിക്കൽ തിയറീസ് ഇൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ഇത് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത്, അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആൻഡ് വർക്ക് പ്ലേസ് എത്തിക്സ്, മോറൽ മ്യൂട്ട്നെസ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് SDGs, റോൾ ഓഫ് എത്തിക്സ്, ലിങ്കേജ് വിത്ത് CSR 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. CSR ലീഗൽ ഫ്രെയിംവർക്ക്, സ്കെഡ്യൂൾ, 7th പ്രൊവിഷൻസ്, അതേപോലെ തന്നെ അതിന്റെ മെത്തേഡ്സ് ആൻഡ് റൂൾസും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. CSR പോളിസി കമ്പോണൻസ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഗൈഡ് ലൈൻസ് ടു പ്രൊമോട്ട് CSR പ്രാക്ടീസസ് ഇത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ്, റെലവൻസ് വേഴ്സസ് ബിസിനസ് എത്തിക്സ് ഇസ് ആൻ ഓക്സിമോണർ അത് 2 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ടേബിളിനകത്ത് നമ്മൾ നോക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് എത്ര പ്രാവശ്യം, എത്ര ആവറേജ് മാർക്കിന് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കുന്നത് ഫേസസ് ഓഫ് CSR ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ മോഡൽ. ഇത് ബ്ലോക്ക് 3-ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 9-ൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനോളമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് CSR റിപ്പോർട്ടിംഗ്, അതിന്റെ പ്രോസസ്, മെത്തേഡ് ആൻഡ് ടൂൾസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4-ൽ നിന്നാണ്. യൂണിറ്റ് 12-ലെ പോർഷൻ ആണ് അത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 20 മാർക്കിന്. സ്റ്റേ ഹോൾഡർ ആസ് എ ഡ്രൈവർ, സ്റ്റേ ഹോൾഡർ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ഇൻ CSR ബ്ലോക്ക് 2-ലെ ആണ്. യൂണിറ്റ് 5-ല് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 20 മാർക്ക്. അടുത്തത് അപ്രോച്ചസ് ആണ്. ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR,
അത് ബ്ലോക്ക് 2-ലെയാണ്. യൂണിറ്റ് 6-ല് 3 പ്രാവശ്യം 20 മാർക്ക്. എത്തിക്കൽ തിയറി ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ബ്ലോക്ക് 1-ലെയാണ്. യൂണിറ്റ് 2-ല് 3 പ്രാവശ്യം 20 മാർക്ക്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആൻഡ് വർക്ക് പ്ലേസ് എത്തിക്സ് മോറൽ ന്യൂട്രൽനെസ് ആണ്. അവിടെ നമുക്ക് ബ്ലോക്ക് 1-ൽ നിന്നാണ്. യൂണിറ്റ് 4-ലെയാണ്. 3 പ്രാവശ്യം 20 മാർക്കിനായിട്ട്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് SDGs ആണ്. റോൾ ഓഫ് എത്തിക്സ് ലിങ്കേജ് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 14-ല് 3 പ്രാവശ്യം 20 മാർക്ക്. CSR ലീഗൽ ഫ്രെയിംവർക്ക് സ്കെഡ്യൂൾ 7th പ്രൊഫഷൻ മെത്തേഡ് CSR പോളിസി കമ്പോണന്റ് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10-ല് 3 പ്രാവശ്യം 20 മാർക്ക്. ഗൈഡ് ലൈൻസ് ടു പ്രൊമോട്ട് CSR പ്രാക്ടീസ് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 11-ല് 2 പ്രാവശ്യം 20 മാർക്ക്. ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് റെലവൻസ് വേഴ്സസ് ബിസിനസ് എത്തിക്സ് ഈസ് ആൻ ഓക്സിമോണർ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ല് 2 പ്രാവശ്യം 20 മാർക്ക്. ഈ ഒരു പൈച്ചാർട്ട് നോക്കുവാണെങ്കിൽ 70% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. 30% ക്വസ്റ്റ്യൻസ് മാത്രമാണ് പുതിയ പോർഷൻസിൽ നിന്നും ചോദിക്കാറുള്ളത്. ഇതിന്റെ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് പറയുവാണെങ്കിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഔട്ട്ലൈൻ മാർക്ക് ചെയ്യാനും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അതിന്റെ കൃത്യതയോടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ 5 മിനിറ്റ് എടുക്കുക. അതിൽ ഒരു 12 to 14 ലെവലിൽ പോയിന്റഡ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ഒരു 1 to 3 ബേസിസിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എസ് എ ടൈപ്പ് 20 മാർക്കിന്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അതിന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ 20 ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ഡെഫിനിഷൻ കൊടുക്കണം. ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം അതിനൊരു അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം ഡെഫിനിഷൻ കൊടുക്കുക, പോയിന്റോട് കൊടുക്കുക, പോയിന്റ്സിനെ ഒന്ന് എന്താണ് ഇലാബറേറ്റ് ചെയ്യുക, സബ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ സബ് പോയിന്റ്സും കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റിൽ കൺക്ലൂഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട് പോവേണ്ടത്. പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്റ്റീവ് അനാലിസിസ് ആണ്. വരാൻ സാധ്യതയുള്ള ഒരു 100% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പറഞ്ഞു പോകുന്നത്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5-ല് സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് CSR 60% വരാൻ ഈ വരുന്ന എക്സാമിൽ 60% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4-ലെ 12th യൂണിറ്റിലുള്ള CSR റിപ്പോർട്ടിംഗ് ടൂൾ ആൻഡ് ടെക്നിക്സ് 60%. ബ്ലോക്ക് 4-ലെ 12th യൂണിറ്റിലെ പ്രോസസ് ഓഫ് CSR റിപ്പോർട്ടിംഗ് 40%. അതേപോലെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4-ലെ ഇൻഡിവിജ്വൽ ഫാക്ടർ ഇൻ ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് 40% വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4-ലെ എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് മോറൽ മ്യൂട്ട്നസ് 40% ഈ വരുന്ന എക്സാംസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് 1-ല് യൂണിറ്റ് 2-ല് കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ് 40%. ബ്ലോക്ക് 3-ല് 9th യൂണിറ്റിൽ മോഡൽ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ 40%. ബ്ലോക്ക് 3-ല് 9th യൂണിറ്റിൽ CSR ഇൻ ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് 40%. ബ്ലോക്ക് 4-ല് 14th യൂണിറ്റിൽ എത്തിക്സ് CSR ലിങ്കേജ് 40%. ബ്ലോക്ക് 1-ല് യൂണിറ്റ് 2-ല് ടെക്നോളജിക്കൽ കോൺസിക്വന്റലിസ്റ്റ് എത്തിക്കൽ തിയറി 40%. ബ്ലോക്ക് 3-ല് യൂണിറ്റ് 9-ല് കറന്റ് ട്രെൻഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് CSR ഇൻ ഇന്ത്യ 40%. ബ്ലോക്ക് 2-ല് യൂണിറ്റ് 6-ല് അപ്രോച്ചസ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് ഓഫ് CSR 40% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതെല്ലാം. ആ വിഷ്വൽ ഇൻഡിക്കേറ്ററിൽ പറയുകയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 60%, CSR റിപ്പോർട്ടിംഗ് ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് 60%. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു വിഷ്വലി പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അടുത്തത് ഹൈ പ്രയോറിറ്റി ആണ്. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നത് സെയിം പോയിന്റ്സ് തന്നെ. സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് CSR ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. പിന്നെ ട്രയൽ ബിയിൽ മീഡിയം പ്രയോറിറ്റി ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രോസസ് ഓഫ് CSR റിപ്പോർട്ടിംഗ്, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, വർക്ക് പ്ലേസ് എത്തിക്സ്, മോറൽ ന്യൂട്രൽസ്, കണ്ടംപററി അപ്രോച്ച്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം പ്രയോറിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് CSR, അതിന്റെ റിപ്പോർട്ടിംഗും ടൂൾസ് ആൻഡ് ടെക്നിക്സും. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് പ്രോസസ് ഓഫ് CSR റിപ്പോർട്ടിംഗ്, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, വർക്ക് പ്ലേസ് എത്തിക്സ് ആൻഡ് ന്യൂട്രൽസ് കാര്യങ്ങളെല്ലാം. ലോ പ്രയോറിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ് ട്രഡീഷണൽ ഡിനിയോട്ടോളജിക്കൽ തിയറീസും നാവിഗേഷൻ വീല്, സോഷ്യൽ ആക്ടിവിസം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. അടുത്തത് ഒരു ഫുട് നോട്ട്, ജസ്റ്റിഫിക്കേഷൻ ആണ് പറയുന്നത്. എഗെയിൻ നമ്മൾ പറയുകയാണ് ഒരു 5 ക്വസ്റ്റ്യൻ എടുത്താൽ ഈ പറഞ്ഞ ടോപ്പിക്ക് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് CSR എന്ന് പറയുന്ന ഒരു 5 ക്വസ്റ്റ്യൻ എടുത്താൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. CSR റിപ്പോർട്ടിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒരു 5 ക്വസ്റ്റ്യൻ എടുത്താൽ 3 പ്രാവശ്യം. പ്രോസസ് ഓഫ് CSR റിപ്പോർട്ടിംഗ് 5-ൽ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻസിൽ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വർക്ക് പ്ലേസ് എത്തിക്സ് ആൻഡ് മോറൽ മ്യൂട്ട്നസ്
ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. കണ്ടംപററി അപ്രോച്ച് 2 പ്രാവശ്യം, മോഡൽ ഓഫ് CSR ഇൻ ഇന്ത്യ 2 പ്രാവശ്യം, CSR ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് 2 പ്രാവശ്യം, എത്തിക്സ് CSR ആൻഡ് ST ലിങ്ക് 2 പ്രാവശ്യം. അത് ജൂൺ 2024 അതിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, 3-ാമതും 8-ാമതുമായിട്ട്. കോൺസിക്വന്റാലിറ്റി തിയറി 2 പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഡിസംബർ 2023 ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. CSR ട്രെൻഡ് ആൻഡ് പ്രാക്ടീസസ് 5 ക്വസ്റ്റ്യൻസിൽ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. CSR സ്ട്രാറ്റജീസ് ആൻഡ് അപ്രോച്ച് 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പോർഷൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പ്രിഡിക്റ്റീവ് ആണ്. ഈ ഡിസംബർ 2025 ചോദിക്കാൻ സാധ്യതയുള്ള പരീക്ഷയാണ്. ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ പറയുന്നത് അറ്റംപ്റ്റ് 25 എന്നാണ്. 8 ക്വസ്റ്റ്യൻസ് തരുന്നതിൽ ഏതെങ്കിലും 5 അറ്റൻഡ് ചെയ്യാനാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്കാണ് ക്യാരി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് കൃത്യതയോടെ വായിച്ചിട്ട് ആൻസർ എഴുതി പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി എക്സാമിൻ ഹൗ കോൺസിക്വന്റാലിസ്റ്റ് ആൻഡ് ടെറട്ടോളജിക്കൽ റീസൺ ഷേപ്പ് മാനേജീരിയൽ ഡിസിഷൻ ഇൻ ബിസിനസ് സെറ്റിംഗ്സ്, കമ്പയർ ദി സ്ട്രാറ്റജീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ റിസോൾവിംഗ് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഇഷ്യൂ. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് യൂണിറ്റ് ക്വസ്റ്റ്യൻ 2-ാമത്തേതാണ്, 20 മാർക്കിന്റെയാണ്. പ്രസന്റ് ഡേ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു ഡയഗ്നോസിംഗ് ആൻഡ് റിസോൾവിംഗ് വർക്ക് പ്ലേസ് എത്തിക്കൽ ഡിലേമാസ്, ഇൻഡിക്കേറ്റിംഗ് ദ റോൾ ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി അറ്റ് ഈച്ച് സ്റ്റേജ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അടുത്തത് അനലൈസ് മോറൽ മ്യൂട്ട്നെസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഓർഗനൈസേഷണൽ റോങ് ഡൂയിങ്, ഡിസ്കസ് ഹൗ ലീഡർഷിപ്പ് ആൻഡ് കൾച്ചർ ക്യാൻ കൗണ്ടർ സൈലന്റ് കപ്പാസിറ്റി ഇൻ ടേംസ്. അത് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 4 എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നാണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ സെൻട്രൽ ടു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇവാലുവേറ്റ് ഹൗ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻസ് ഇൻഫ്ലുവൻസ് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ദ വാല്യൂ ക്രിയേഷൻ. ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ദ അപ്രോച്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR, indicating how CSR is integrated into a core management concept and competitive positioning. ബ്ലോക്ക് 2 യൂണിറ്റ് 6 നിന്നാണ്. അടുത്ത 6th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ CSR റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് കമ്പയർ മേജർ റിപ്പോർട്ടിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ദ കമ്പനീസ്, കമന്റ് ഓൺ റിലയബിലിറ്റി ആൻഡ് ഡിസ്കസ് യൂസ്ഫുൾനെസ് ഓഫ് CSR ഡിസ്ക്ലോഷേഴ്സ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 7th ക്വസ്റ്റ്യനകത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും 10 മാർക്ക് വെച്ച് ക്യാരി ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഔട്ട്ലൈൻ ദ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് CSR പോളിസി within the Indian regulatory framework, explain the purpose and the concept scopes of social auditing in corporate responsibility. ബ്ലോക്ക് 3 യൂണിറ്റ് 10 യൂണിറ്റ് 11 കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 8th ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് സ്പ്ലിറ്റ് തന്നെയാണ്. ട്രേസ് ദ മോഡൽ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഹാവ് ഇവോൾവ്ഡ് ഇൻ ഇന്ത്യ, ഐഡന്റിഫൈ ദ കറന്റ് ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസ് ഷേപ്പിംഗ് CSR ഇനിഷ്യേറ്റീവ് ഇൻ ഇന്ത്യ. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയാണ് ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ്. വളരെ കുറച്ച് ടോപ്പിക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് CSR. അങ്ങനെ റെലവെന്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്സ് ഈ പറഞ്ഞിരിക്കുന്ന 12 ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആകുന്ന രീതിയിൽ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ CSR നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.